കൂട്ടുകാർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ വീഡിയോയിൽ നാം ഒരു കഥയാണ് കേൾക്കാൻ പോകുന്നത്. കഥയുടെ ഓരോരോ ഭാഗങ്ങളായിട്ടായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം. അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കഥയുടെ പേര് നരകവാതിലിൽ ഒരു രക്ഷാപ്രവർത്തനം ഭാഗം 1. സ്ഥലമാറ്റം കിട്ടിയ സഭയിൽ വെള്ളിയാഴ്ച രാവിലെ സഭാ ഹോളം തുറന്നിട്ട് വിശ്വാസികളെ കാത്തിരിക്കുകയാണ് ഉപദേശി. രാവിലെ തന്നെ വാടിത്തളർന്ന മുഖവുമായി മറിയാമ്മ സഭയ്ക്കുള്ളിലേക്ക് കടന്നു വന്നു. ദുഃഖം തളം കെട്ടി നിൽക്കുന്ന മുഖത്തു നിന്നും ഉപദേശിക്ക് ചെറിയൊരു പുഞ്ചിരിയും സമ്മാനിച്ച് കുശല പ്രശ്നവും നടത്തി താൻ അവിടത്തെ കീറി തുടങ്ങിയ തറപ്പായയിൽ ഇരുന്ന് കരയാൻ തുടങ്ങി. പണ്ട് ഹന്ന ദേവാലയത്തിൽ പോയിരുന്ന് ഒരു തലമുറയ്ക്ക് വേണ്ടി യാചിച്ചതുപോലെ വഴിതെറ്റിപ്പോയ എൻ്റെ മകനെ ഒന്ന് നേരെ ആക്കണമേ കർത്താവേ എന്നുള്ള പ്രാർത്ഥന. അമ്മാമ്മയുടെ കരച്ചിൽ കണ്ട് ഉപദേശി കാര്യങ്ങളൊക്കെ തിരക്കി. അമ്മാമ്മ ഇങ്ങനെ കരയാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ഭർത്താവ് പണ്ടേ മരിച്ചുപോയി. കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ ഏക സന്താനം വീടിനും നാടിനും ഭാരമായി മുഴുകുടിയനായി കല്യാണവും കഴിക്കാതെ പണിക്കും പോകാതെ നടക്കുന്നു. ഒരു മുഴുകുടിയന് പെണ്ണാലോചിച്ചാൽ ആര് കൊടുക്കാൻ? ഉണ്ടായിരുന്ന സ്വത്തെല്ലാം വിറ്റ് നശിപ്പിച്ചു. ഇനി ബാക്കിയുള്ളത് കയറിക്കിടക്കാൻ ഏക ആശ്രയമായ വീടാണ്. ഏകമകൻ്റെ പുണ്യപ്രവൃത്തികൾ കാരണം ബന്ധുക്കളാരും ഒരു കാര്യത്തിനും അമ്മാമ്മയെയും മകനെയും അടുപ്പിക്കില്ല. സഭക്കാരും ദൈവകൃപയാൽ ആ വീടിൻ്റെ 7 അയലത്ത് കൂടെ പോകാറില്ല. സ്ഥലം മാറി വന്ന ഉപദേശിമാർ പലരും ആദ്യത്തെ തിളപ്പിന് ആ വീട്ടിൽ ഉപദേശിക്കാൻ പോയിട്ടുണ്ടെങ്കിലും പലരും തല്ലുകിട്ടാതെ തിരികെ എത്തിയത് കർത്താവിൻ്റെ കരുതലെന്ന് പറയാം. അങ്ങനെ വീട്ടുകാരും സഭക്കാരും നാട്ടുകാരും കയറി ചെല്ലുവാൻ അറയ്ക്കുന്ന ഒരു മുടിയനായ പുത്രൻ്റെ വീട്. നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരിനെ തുടച്ചു മാറ്റിക്കൊണ്ട് അമ്മാമ്മ പറഞ്ഞു, അവനൊന്ന് നേരെ ആവണം ഉപദേശി, എനിക്കത് മാത്രം മതി. അല്പം പ്രായം ചെന്ന് മെലിഞ്ഞിരിക്കുന്ന ഉപദേശിയെ അപ്പച്ചൻ അമ്മാമ്മയോട് ചോദിച്ചു, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. അമ്മാമ്മ പതിവ് നിർവികാരത്തോടെ ആ എളിയ മനുഷ്യൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. വല്ലാത്ത തിളക്കം ആ കുറിയ മനുഷ്യൻ്റെ കണ്ണുകളിൽ അവൾ കണ്ടു. കഥയുടെ 2ാം ഭാഗം അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.